ഹലോ, എൻ്റെ പേര് സുബിൻ മാത്യു. എൻ്റെ സ്ഥലം തിരുവല്ലയാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ, നമ്മളിപ്പം ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കാണുന്നൊരു കാര്യമാണല്ലേ FE03 അല്ലെങ്കിൽ ഫോർ എവർ. എന്താണ് FE03? FE03 സ്കാം ആണോ, അല്ലെങ്കിൽ എന്താണ് ഫോർ എവർ എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ അത് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ നിങ്ങൾ കാണാം, വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പം എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതെന്താണ്, സ്കാം ആണോ അല്ലെങ്കിൽ റിയൽ ആണോ ജെനുവിൻ ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഓക്കെ, ഫോർ എവർ ലിവിങ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് ഒരു US ബേസ്ഡ് കമ്പനിയാണ്. 169 രാജ്യങ്ങളായിട്ട് 44 വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഫോർ എവർ ലിവിങ് ഇൻ്റർനാഷണൽ. ലോകത്തിലെ ഏറ്റവും വലിയ അലോവേറ കമ്പനിയാണ്, അല്ലെങ്കിൽ വെൽനസ് കമ്പനിയാണ്. ബെസ്റ്റ് ക്വാളിറ്റി അലോവേറ, നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ, ബെസ്റ്റ് ക്വാളിറ്റി സ്കിൻ കെയർ പ്രോഡക്ട്സ്, ന്യൂട്രീഷണൽ പ്രോഡക്ട്സ്, ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന, ഡയറക്റ്റായിട്ട് മാനുഫാക്ചർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയാണ് ഫോർ എവർ ലിവിങ് ഇൻ്റർനാഷണൽ. അപ്പോൾ എന്താണ് പിന്നെ FE03? FE03 എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്, ഓൺട്രപ്രണേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, എന്താണ് വർക്ക്? ഒരുപാട് വർക്കുണ്ട്, വർക്ക് എന്ന് നമ്മൾ കേൾക്കുന്നത്. എന്താണ് നമ്മുടെ ഇവിടെ വർക്ക്? നമ്മൾ നോർമൽ ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് നോക്കാം, ഏതൊരു ബിസിനസ് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ടലിൽ എങ്ങനെയാണ് ബിസിനസ് നടക്കുന്നത്? കസ്റ്റമേഴ്സ് വരുമ്പോഴാണ് അല്ലേ, കസ്റ്റമേഴ്സ് വരുന്നു, അവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് ആ ഒരു ഹോട്ടൽ ഉടമയ്ക്ക് അവിടെ പ്രോഫിറ്റ് വരുന്നത്. പിന്നെ അതേപോലെ ഒരു സൂപ്പർ മാർക്കറ്റ് നോക്കാം, അവിടെ എങ്ങനെയാണ് ബിസിനസ് വരുന്നത്? അവിടെ കസ്റ്റമേഴ്സ് വരുമ്പോഴാണ് അല്ലേ, അവിടെ നിന്ന് വന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴാണ് ആ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണറിന് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നത്. ഇതേപോലെ തന്നെയാണ് നമുക്കിവിടെയും പ്രോഫിറ്റ് വരുന്നത്. ഇപ്പം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സൂപ്പർ മാർക്കറ്റിലെ അല്ലെങ്കിൽ ഹോട്ടലിലെ ഉടമസ്ഥൻ അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫുഡ് തെരുവിലൂടെ ഇറങ്ങി നടന്ന് ഓരോരുത്തരെയും വിളിച്ച് കയറ്റി ഫുഡ് കഴിപ്പിക്കുമ്പോഴാണോ അവിടെ പ്രോഫിറ്റ് വരുന്നത്? അല്ല, ആൾക്കാർ അവിടെ അവരുടെ ആവശ്യമായിട്ട് വരികയാണ്, ശരിയല്ലേ? അപ്പം ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെയും പ്രോഫിറ്റ് ഒരു സ്റ്റാർട്ടിങ് വരുന്ന ഒരാൾക്ക് 25% മുതൽ ഏൺ ചെയ്ത് തുടങ്ങും. പിന്നീട് ഒരു അടുത്തടുത്ത് റാങ്കിൽ പോകുന്നതനുസരിച്ച് 48% വരെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഈ കസ്റ്റമേഴ്സ് വരുമ്പോഴാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു. അത് എങ്ങനെയാണ് കസ്റ്റമേഴ്സ് വരിക? അതാണ് നമ്മുടെ അടുത്തൊരു നാച്ചുറലായിട്ട് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് ഈ ഒരു കസ്റ്റമേഴ്സ് വരുന്നത്? കസ്റ്റമേഴ്സ് ഇപ്പം ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ നാച്ചുറലി തിങ്ക് ചെയ്യുന്ന ഒരു വേ ആണ്, ഓക്കെ ഈ പ്രോഡക്ട്സ് ഒക്കെ എടുത്ത് നമുക്ക് സ്റ്റാറ്റസ് ഇടാം, സ്റ്റാറ്റസ് ഇടുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിക്കും, അങ്ങനെ ഇൻകം ഏൺ ചെയ്യാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ചെയ്തിട്ടൊരു കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, കുഴപ്പമില്ല, അങ്ങനെ ചെയ്തും ഏൺ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് ഒരു ഹൈ ലെവൽ പ്രോഫിറ്റ് ഒരിക്കലും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് വിചാരിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമുക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ കൺവിൻസ് ചെയ്ത് ആൾക്കാർക്ക് ഇത് കാണിച്ചു കൊടുത്ത് കൺവിൻസ് ചെയ്ത് വാങ്ങിക്കാം അല്ലെങ്കിൽ വാങ്ങിപ്പിക്കാം. അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്യാം. പക്ഷേ വലിയ രീതിയിൽ ഒരു ഗ്രോത്ത്, ഒരു ഹൈ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഹോട്ടൽ ഉടമ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഉടമ 1-2 പ്രോഡക്റ്റ് ഇങ്ങനെ വിൽപ്പിച്ച് അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടാണോ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? അല്ല. അപ്പോൾ അവിടെ ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെയാണ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അതിന് നമുക്കൊരു സിസ്റ്റമുണ്ട്. ഓൺലൈനിൽ കൂടെ തന്നെയാണെങ്കിലും ക്യാമ്പയിൻസ് ഉണ്ട്, അത് ചെയ്യാനായിട്ട് മെത്തേഡ്സ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് കൺസ്യൂമേഴ്സ് ആണെങ്കിലൊക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ പിന്നെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടിട്ട് ആൾക്കാർ വരും. നമുക്ക് വരുന്ന ചേഞ്ച്, നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഹെൽത്തിൽ, നമ്മുടെ ബ്യൂട്ടിയിൽ വരുന്ന ചേഞ്ച് കണ്ടിട്ട് അങ്ങനെയും ആൾക്കാർ വരും. പിന്നെ രണ്ടാമത് ഒരു മെത്തേഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ രീതിയിൽ ഏൺ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊമോട്ട് ചെയ്തിട്ടും ഇൻകം ഏൺ ചെയ്യാം. പക്ഷെ അവിടുത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവിടെ നമ്മൾ എല്ലാവരെയും എടുക്കില്ല. കാരണം ഈ ഒരു ഹെൽത്തും വെൽത്തും ഏൺ ചെയ്യാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അതിൻ്റെ ഒരു നോളജ് വേണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് നമുക്കിവിടെ ട്രെയിനിങ്സ് ഉണ്ട്. ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മളിവിടെ സെലക്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു ജെനുവിനായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. ഞാനിവിടെ സൂപ്പർവൈസർ റാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ആക്റ്റീവായിട്ട് സൂപ്പർവൈസർ റാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാം. ഞാൻ മാത്രമല്ല, ഒരുപാട് ഹൗസ് വൈഫ്സും അതേപോലെ സ്റ്റുഡൻസും വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ പാർട്ട് ടൈം ആയിട്ടും നല്ല രീതിയിലൂടെ ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. 5 ഫിഗർ ഇൻകം ഏണേഴ്സും അതേപോലെ 6 ഫിഗർ ഇൻകം ഏണേഴ്സും
അപ്പോൾ എൻ്റെ ഇൻകവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കണക്ട് ചെയ്യാം. സീരിയസ് ആയിട്ടുള്ളവർക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് എന്നെ പേഴ്സണലി കണക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു.